ഹലോ കൂട്ടുകാരെ, 3ാം ക്ലാസ്സിലെ EVS പഠന പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന 3 പ്രവർത്തനങ്ങൾ കൂട്ടുകാർ കണ്ടെത്തിയോ? ഇന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? പല്ലി ഇര പിടിക്കുന്നത് എങ്ങനെയാണ്? നാക്കുപയോഗിച്ചാണ് പല്ലി ഇര പിടിക്കുന്നത്. ചെറിയ പ്രാണികളോ മറ്റോ അതിനടുത്തേക്ക് വന്നാൽ പല്ലി പെട്ടെന്ന് തന്നെ നാക്ക് നീട്ടുന്നു. അപ്പോൾ തന്നെ പ്രാണികൾ നാവിൽ പറ്റിപ്പിടിക്കുകയും പല്ലി അതിനെ ആഹാരമാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പല്ലി ഇര പിടിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ചിലന്തി സ്വന്തം വലയിൽ ഒട്ടിപ്പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? കൂട്ടുകാർ കണ്ടെത്തിയോ? ചിലന്തി അതിൻ്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു സ്രവം ഉപയോഗിച്ചാണ് വല കെട്ടുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ചെറുപ്രാണികൾ വലയിൽ കുടുങ്ങിയാൽ അവ പറ്റിപ്പിടിക്കുകയും ചിലന്തി അവയെ ആഹാരമാക്കുകയും ചെയ്യുന്നു. കൂടാതെ ചിലന്തി സ്വന്തം വലയിൽ കുടുങ്ങാറില്ല. അതിന് ഒട്ടുന്നതും ഒട്ടാത്തതുമായ 2 തരം നൂലുപയോഗിച്ചാണ് ചിലന്തി വല നെയ്യുന്നത്. ചിലന്തി സഞ്ചരിക്കുന്നത് ഒട്ടാത്ത നൂലിലൂടെയാണ്. അതുകൊണ്ടാണ് ചിലന്തി സ്വന്തം വലയിൽ ഒട്ടിപ്പിടിക്കാത്തത്. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? സിംഹത്തെ പോലെ ശാരീരിക പ്രത്യേകതയുള്ള മറ്റു ജീവികൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ്? ചീറ്റപ്പുലി, കടുവ, കാട്ടുപൂച്ച അല്ലേ? ഇങ്ങനെയുള്ള ജീവികളാണ് സിംഹത്തെ പോലെ ശാരീരിക പ്രത്യേകതയുള്ളത്. പിന്നെ അങ്ങനെയുള്ള ജീവികൾക്ക് എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ബലമുള്ള കൂർത്ത നഖങ്ങളുണ്ടാവും, കോമ്പൽ കൂർത്തതായിരിക്കും, പിന്നെയോ വേഗത്തിൽ ഓടാനുള്ള കഴിവുണ്ടാവും, ഒച്ചയുണ്ടാക്കാതെ നടക്കാനുള്ള കഴിവുണ്ടാവും. ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ക്ലാസ് കൂട്ടുകാർ കണ്ടു കാണുമല്ലോ. ഇന്ന് നമുക്ക് കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടുത്തി തന്നുവല്ലേ? ഏതൊക്കെ കൂട്ടുകാരാണ്? മരംകൊത്തി, വുഡ് പെക്കർ. മരംകൊത്തി എന്തിനാണ് ഇങ്ങനെ മരത്തിൽ കൊത്തി ശബ്ദമുണ്ടാക്കുന്നതെന്ന് അറിയാമോ? എങ്ങനെയാണ് ഇവ ഇരപിടിക്കുന്നത്? നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ 27ാമത്തെ പേജ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട് മരംകൊത്തി, വുഡ് പെക്കർ. ശ്രദ്ധിച്ച് കേൾക്കണേ. എൻ്റെ ബലമുള്ള ചുണ്ടുകൾ കൊണ്ട് ഞാൻ മരത്തിൽ കൊത്താറുണ്ട്. മരത്തിൻ്റെ ഉണങ്ങിയ തോല് കൊത്തിപ്പൊളിച്ചെടുത്ത് അതിനടിയിലെ പ്രാണികളെ ഞാൻ ഭക്ഷണമാക്കാറുണ്ട്. മരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിരലുകൾ എനിക്കുണ്ട്. ഇതാണ് മരംകൊത്തിക്ക് പറയാനുള്ളത്. മരംകൊത്തി ഇരപിടിക്കുന്നത് എങ്ങനെയാണ്? മരത്തിൻ്റെ ഉണങ്ങിയ തോലുകൾ കൊത്തിപ്പൊളിച്ച് അതിനുള്ളിലെ ചെറിയ പ്രാണികളെയാണ് ആഹാരമാക്കുന്നത് അല്ലേ? അതുപോലെ മരത്തിൽ പിടിച്ചു നിൽക്കാനുള്ള വിരലുകളാണ് മരംകൊത്തിക്ക് ഉള്ളത്. ശ്രദ്ധിക്കണേ. വുഡ് പെക്കർ. ഐ പെക്ക് ഓൺ ദി ട്രീ വിത്ത് മൈ സ്ട്രോങ് ബീക്ക്, സ്പ്ലിറ്റിംഗ് ഓപ്പൺ ദി ഡ്രൈ ബാർക്ക് ഓഫ് ദി ട്രീ. ഐ ഫീഡ് ഓൺ ഇൻസെക്ട്സ് ബിനീത്ത് ഇറ്റ്. ഐ ഹാവ് ക്ലോസ് ദാറ്റ് ഹെൽപ്പ് മീ ഫിക്സ് മൈസെൽഫ് ഓൺ ദി ട്രീ. ഇതാണ് വുഡ് പെക്കറിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ പരുന്ത്, ഈഗിൾ എങ്ങനെയായിരിക്കും ഇര പിടിക്കുന്നതെന്ന് അറിയാമോ? എങ്ങനെയാണ്? പരുന്ത് നോക്കിയേ, ചിത്രം നോക്കൂ. പരുന്ത് ശക്തിയായി പറന്ന് വന്ന് കാൽവിരൽ ഉപയോഗിച്ചാണ് വെള്ളത്തിൽ നിന്നും മീനിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് അല്ലേ? പരുന്തിൻ്റെ കണ്ണിന് നല്ല കാഴ്ച ശക്തി ഉണ്ടാവും. അതുപോലെ ഉയരത്തിൽ പറക്കാൻ വേണ്ടി കഴിയും. അടുത്ത പക്ഷീനെ നോക്കാം. താറാവ്, ഡക്ക്. താറാവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? താറാവ് നമുക്ക് മുട്ട തരും. പിന്നെ എങ്ങനെയാണ് താറാവിനെ നമ്മൾ എടുക്കാറ്? എങ്ങനെയാണ്? കഴുത്ത് തൂക്കിയാണ് എടുക്കാറല്ലേ? പിന്നെയോ ചുണ്ടുകൾ അല്പം പരന്നിരിക്കും അല്ലേ? താറാവിൻ്റെ ചുണ്ടുകൾ അല്പം പരന്നിരിക്കും. പിന്നെയോ എന്തിനാണ് ഈ താറാവിന് പരന്ന ചുണ്ട്? ഇര പിടിക്കാൻ. എവിടെ നിന്നാണ് ഇതിന് ആഹാരം കിട്ടുന്നത്? നോക്കാം നമുക്ക്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 27ൽ കൊടുത്തിട്ടുണ്ട്. താറാവ്. പരന്ന ചുണ്ടുകളാണ് എനിക്കുള്ളത്. ഇതുപയോഗിച്ച് വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ആഹാരം കണ്ടെത്താൻ എനിക്ക് കഴിയും. വെള്ളത്തിൽ നീന്താനും ചെളിയിൽ താഴ്ന്ന് പോകാതിരിക്കാനും എൻ്റെ കാലുകൾ സഹായിക്കുന്നു. നോക്കാം നമുക്ക്. ഡക്ക്. ഐ ഹാവ് എ ഫ്ലാറ്റ് ബീക്ക്. യൂസിങ് ദിസ് ഐ ക്യാൻ സെർച്ച് ഫോർ ഫുഡ് ഇൻ വാട്ടർ ആൻഡ് മഡ്. My legs help me swim in water and stand firmly in mud without
സിങ്കിങ് ഇൻ ടു ഇറ്റ്. എന്താണ്? അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നാണ് അതിന് ആഹാരം കിട്ടുന്നത്. അതുപോലെ വെള്ളത്തിൽ നീന്താനും ചെളിയിൽ താഴ്ന്നു പോകാതിരിക്കാനുമാണ് അതിൻ്റെ കാലുകൾ അതിനെ സഹായിക്കുന്നത്. അടുത്തതൊരു പ്രവർത്തനം ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്? ജീവിയുടെ പേര്, നെയിം ഓഫ് ക്രിയേച്ചർ, അതിൻ്റെ ആഹാര രീതി, ഫുഡ് ഹാബിറ്റ്, ശാരീരിക പ്രത്യേകതകൾ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ജീവികളുടെ പേരിൽ നിങ്ങൾക്കറിയാവുന്ന ജീവികളുടെ പേര് എഴുതുക. ആ ജീവികളുടെ ആഹാര രീതി, അത് മിശ്ര ബുക്കാണോ മാംസ ബുക്കാണോ സസ്യ ബുക്കാണോ എന്താണെന്ന് വെച്ചാൽ എഴുതുക. അതുപോലെ അതിൻ്റെ ശാരീരിക പ്രത്യേകതകൾ, എന്തൊക്കെ പ്രത്യേകതകളാണ് ആ ജീവിക്ക് ഉള്ളത് എന്ന് എഴുതുക. ഫസ്റ്റ് പൂച്ച, ക്യാറ്റ് എന്താണ്? മിശ്ര ബുക്കാണ് അല്ലേ? അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? കാലിലെ കൂർത്ത നഖങ്ങളുണ്ടാവും, ഒച്ചയുണ്ടാക്കാതെ നടക്കാൻ കഴിയുന്ന കാലുകളായിരിക്കല്ലേ പൂച്ചയ്ക്ക്. ഷാർപ്പ് ടീത്ത് ആൻഡ് ക്ലോസ്, വാക്ക് വിത്തൗട്ട് മേക്കിംഗ് എനി സൗണ്ട്. അടുത്തത് സിംഹം, ലയൺ എന്താണ്? കാർണിവോറസ് ആണെന്നല്ലേ, മാംസബുക്ക്. എന്താണ് പ്രത്യേകത? മൂർച്ചയേറിയ പല്ലുകളും നഖങ്ങളും ഉണ്ടാവും. ഷാർപ്പ് ടീത്ത് ആൻഡ് ക്ലോസ്. നെക്സ്റ്റ് തത്ത, പാരറ്റ് എന്താണ്? പാരറ്റിൻ്റെ ആഹാര രീതി എന്താണ്? സസ്യബുക്കാണ് അല്ലേ, ഹെർബിവോറസ്. എന്താണ് പ്രത്യേകത? വളഞ്ഞു മൂർച്ചയുള്ള ചുണ്ടുകളായിരിക്കും. പിന്നെയോ മരക്കൊമ്പിൽ ചുറ്റിപ്പിടിച്ചിരിക്കാൻ കഴിയുന്ന പാദങ്ങളും നഖങ്ങളും ഉണ്ടാവും. സ്ട്രോങ് ഹൂക്ക്ഡ് ബീക്ക്, 2 toes facing forward and 2 backward to hold on trees. ഇനിയും ജീവികളുടെ പേരും ആഹാര രീതി അതേപോലെ ശാരീരിക പ്രത്യേകതകൾ കൂട്ടുകാർ കൂടുതൽ കണ്ടെത്തി രേഖപ്പെടുത്താൻ മറക്കല്ലേ. അടുത്ത പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിൽ 29ാമത്തെ പേജിലാണ് ഉള്ളത്. രക്ഷപ്പെടാൻ തന്ത്രങ്ങൾ പലത്. ഞങ്ങൾ രക്ഷപ്പെടുന്നത് എങ്ങനെയെല്ലാം എന്ന് എഴുതാമോ? നമുക്കവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓന്ത് എന്താണ്? ശരീരത്തിൻ്റെ നിറം മാറ്റുന്നു. ഓന്ത് എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തിന് സമാനമായ നിറം സ്വീകരിക്കുന്നു. അതിനാൽ ശത്രുക്കൾക്ക് എളുപ്പം തിരിച്ചറിയാൻ കഴിയുന്നില്ല അല്ലേ. കെലോട്സ്, ഇറ്റ് ക്യാൻ ചേഞ്ച് കളർ ടു ദി സറൗണ്ടിങ്. ഇറ്റ് ഡാർട്ട് ഔട്ട് ടു ദി ടങ് സോ ഫാസ്റ്റ് ഓൺ ദി പ്രേ. ദി ടങ് ഈസ് ഓൾസോ സ്റ്റിക്കി. അടുത്തത് എന്താണ്? കണവ, വെള്ളത്തിൽ മഷി കലക്കി രക്ഷപ്പെടുന്നു അല്ലേ. അടുത്തത് നോക്കൂ, ഒച്ചിൻ്റെത് എന്താ പറയാനുള്ളത്? ശത്രുക്കൾ അടുത്തെത്തിയാൽ ഒച്ച് തൻ്റെ ശരീരം തോടിനുള്ളിലേക്ക് വലിക്കുന്നു. സ്നെയിൽ, ദേ ഹാവ് സ്പൈറൽ ഷെൽ, ദെയർ മസ്കുലർ ഫൂട്ട് സ്റ്റിക്സ് ടൈറ്റ് ഇൻ ടു റോക്ക്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു പുൾ ദം ഔട്ട് ഫ്രം ദെയർ റെസ്റ്റിംഗ് പ്ലേസ്. ദേ വിഡ്രോ ദി ഫൂട്ട് മസിൽ ഇൻ ടു ദി കോയിൽഡ് ഷെൽ വെൻ ദേ ആർ ഡിസ്റ്റർബ്ഡ്. അതവിടെ എഴുതിയില്ലേ? അടുത്തത് നോക്കൂ, മുള്ളൻ പന്നി. അവിടെ കൊടുത്തിട്ടുണ്ട് ശരീരത്തിൻ്റെ പുറത്തുള്ള മുള്ളുകൾ ശത്രുവിന് നേരെ കുടഞ്ഞ്. അടുത്തത് തേരട്ട അല്ലേ. മില്ലിപീഡ്സ്, ദേ ഹൈഡ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ്, യൂഷ്വലി കംസ് ഔട്ട് ഓൺലി ഡ്യൂറിങ് നൈറ്റ് ടു ഫീഡ്. ദേ റോൾ ലൈക്ക് എ സ്പ്രിങ് ഈഫ് ഡിസ്റ്റർബ്ഡ്. എന്താണ് പറയുന്നത്? ശരീരത്തിൻ്റെ ആകൃതി മാറ്റുന്നു. ശത്രുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ചുരുണ്ടുകൂടി ഒരു ചെറുവളയം പോലെ അനങ്ങാതെ കിടക്കുന്നു. അടുത്ത ലാസ്റ്റ് വൺ എന്താണ്? പല്ലി, ലിസാർഡ്. ദേ ബ്രേക്ക് ഓഫ് ദെയർ ടെയിൽ ആൻഡ് എസ്കേപ്പ് ഫ്രം എനിമി. ശത്രുക്കൾ ആക്രമിക്കാനായി പുറകെ ഉണ്ടെന്നറിഞ്ഞാൽ പല്ലി തൻ്റെ വാൽ മുറിച്ചിട്ട് രക്ഷപ്പെടുന്നു. പല്ലിയുടെ വാൽ പിന്നെയും വളർന്നു വരുന്നതുകൊണ്ട് മുറിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. കൂട്ടുകാർ എഴുതി വെക്കണേ. അതുപോലെ ആമ എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള സൂത്രം കണ്ടെത്തുക? ആമ ശത്രുക്കളെ കാണുമ്പോൾ അതിൻ്റെ തലയും കാലും പാറ പോലുള്ള തോടിനുള്ളിലേക്ക് വലിച്ച് ഇരിക്കുമല്ലേ. അങ്ങനെയാണ് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നത്. അതുപോലെ ലാസ്റ്റ് പ്രവർത്തനം കിട്ടനാനയെ, പേപ്പർ കൊണ്ട് കിട്ടനാനയെ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. കൂട്ടുകാർ കിട്ടനാനയെ നിർമ്മിച്ച് എൻ്റെ കിട്ടനാന എന്ന് പേരെഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ. അതുപോലെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.